നിങ്ങൾ ഈ വേൾഡ് ക്യാൻസർ ഡേയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി 4 കഴിഞ്ഞുവെങ്കിലും അത് പല സാഹചര്യങ്ങൾ കാരണം ഈ മറ്റന്നാളാണ് ഞങ്ങൾ നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് തികച്ചും ക്യാൻസർ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടയോട്ടം നടത്തുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതർ ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ക്യാൻസർ ബാധിതർ ഉള്ളത് നിങ്ങളുടെ പള്ളിക്കൽ പഞ്ചായത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധമായി ഞങ്ങൾ അതിൻ്റെ ക്യാൻസർ ക്യാമ്പുകളും ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകളും ഒക്കെ നടത്തുവാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാരത്തോൺ തന്നെ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, സാധാരണ നിങ്ങൾക്കറിയാം ഇതുപോലുള്ള മാരത്തോണുകൾ സംഘടിപ്പിക്കുന്നത് വലിയ വലിയ പട്ടണങ്ങളിലാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഈ രീതിയിൽ ഒരു മാരത്തോൺ നടത്തുമ്പോൾ സ്വാഭാവികമായും ഗ്രാമങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടേതായ ഒരു ശ്രദ്ധ ഇതിലുണ്ടാവുകയും അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പരിപാടി തന്നെ നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. തികച്ചും ബോധപൂർവമായി ഇതിൻ്റെ ഈ ക്യാൻസറിൻ്റെ ഏതെല്ലാം രീതിയിലുള്ള ബോധവൽക്കരണം ഞങ്ങൾക്ക് നടത്താൻ കഴിയുമോ അതെല്ലാം നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു സാമൂഹ്യ പരിപാടി നടത്തുന്നത്. 17 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള വനിതകളും പുരുഷന്മാരും, അത് കഴിഞ്ഞിട്ട് 40 വയസ്സിന് മുകളിലുള്ള വെറ്ററൻസ്, പിന്നീട് 17 വയസ്സിന് താഴെയുള്ള ബോയ്സും ഗേൾസും, ഇങ്ങനെ 5 വിഭാഗങ്ങളിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരം ഒന്ന് തന്നെയാണെങ്കിലും പ്രൈസ് കൊടുക്കുന്നത് ഈ 5 വിഭാഗത്തിനും. ഇതിൽ ഏത് വിഭാഗത്തിലായിരുന്നാലും ആദ്യം വന്നെത്തുന്ന ആളിന് 25,000 രൂപയും ട്രോഫിയും, അതിനെ തുടർന്ന് മറ്റ് 4 കാറ്റഗറികളിൽ ആദ്യം വരുന്ന ആരാണോ അവർക്ക് 10,000 രൂപയും ട്രോഫിയും. ഇത് കൂടാതെ 100 പേർക്ക്, ആദ്യം എത്തുന്ന 100 പേർക്ക് ഞങ്ങൾ ഇതിൻ്റെ മെഡലും സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. ഇതിൽ പങ്കെടുക്കുന്നത് തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള സ്കൂളുകൾ, കോളേജുകൾ, അതുകൂടാതെ വിവിധ സംഘടനകൾ, അത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളാവാം, NGO സംഘങ്ങളാകാം, ക്ലബ്ബുകളുണ്ട്, അങ്ങനെയുള്ള അനേകം പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതിനു വേണ്ടി ഞങ്ങൾ ആൾക്കാരെ ക്ഷണിക്കുകയും അവർ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻട്രി ഫീ വെറും 100 രൂപ മാത്രമാണ്. അതൊരു ചടങ്ങ് എന്ന നിലയിൽ വെച്ചിരിക്കണം. മാത്രമല്ല സ്കൂൾ കോളേജ് കുട്ടികൾക്ക് അത് ഞങ്ങൾ കൺസെഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞങ്ങളുടെ ഈ മാരത്തോണിൻ്റെ ഒരു ജേഴ്സി ഓടാൻ വരുന്ന എല്ലാവർക്കും നൽകുന്നതാണ്. ഇപ്പോൾ തന്നെ 500-ൽ പരം രജിസ്ട്രേഷൻ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഞങ്ങൾ 500 മുതൽ 1000 വരെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് തുടങ്ങി. പക്ഷേ ഇപ്പോൾ 1000-ന് മുകളിൽ വരും എന്നുള്ള ഒരു അറിവാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഒരു എൻക്വയറി, അത് അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് പോലും ഇതുമായി ബന്ധപ്പെട്ട് എൻക്വയറികൾ വരുന്നുണ്ട്. നമ്മൾ ആദ്യം റൂറൽ ബേസ്ഡ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചൊരു പ്രോഗ്രാമായിരുന്നു. അത് ഇപ്പോഴത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നൊക്കെയായി നിരവധി പങ്കാളിത്തം ലഭിക്കുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഇതിൻ്റെ സാമ്പത്തിക ചെലവും വളരെ കൂടി. നമ്മുടെ പ്രദേശത്തുള്ള ഇതിനോടൊക്കെ താല്പര്യം കാണിക്കുന്ന ഒട്ടുമിക്ക ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ട സഹായം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. പ്രൈസ് മണികൾ പോലും സ്പോൺസർമാരാണ് നിർവഹിക്കുന്നത്. കേരളത്തിലെ വോളിബോളിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പള്ളിക്കൽ. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മനോഹരമായൊരു ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ നമുക്ക് പണിഞ്ഞു തന്നിട്ടുണ്ട്, കോടികൾ ചെലവാക്കി. അപ്പോൾ കേരളത്തിലെ വോളിബോൾ എന്ന് കേട്ടാൽ പള്ളിക്കൽ എന്ന പേര് മാറ്റിവെക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയുടെ കൊല്ലം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പാരിപ്പള്ളിക്കും നിലമേലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയുടെ ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമപഞ്ചായത്താണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ കൂടി കൊടുക്കണം. വെളിയിൽ നിന്ന് ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ വഴി പാരിപ്പള്ളിയിൽ നിന്നും MC വഴി ചടയമംഗലം അല്ലെങ്കിൽ നിലമേൽ, ഈ 2 ഭാഗങ്ങൾ ഇറങ്ങിയാൽ
7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പള്ളിക്കൽ എന്ന സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് അറിയാം, ജഡായി പാറയൊക്കെ നിൽക്കുന്ന അവിടെ നിന്ന് 7 കിലോമീറ്റർ ഉള്ള ദൂരം. ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത് തന്നെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗവൺമെന്റ് എടുത്ത ഒരു റിപ്പോർട്ടിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തും പരിസര പ്രദേശങ്ങളിലും ക്യാൻസർ ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നു എന്ന ഒരു വിഷമാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ തന്നെ ക്യാൻസർ രോഗമുണ്ട് എന്ന് അതിനുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വികസിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടെത്തിയാൽ അതിൽ നിന്ന് മോചനം നേടാം എന്ന ഒരു ബോധവൽക്കരണം മടിച്ചു നിൽക്കാതെ ഇത് പരിശോധിക്കാനും അത് രോഗനിർണയം നടത്തി അതിൽ നിന്ന് മോചനം നേടാനുള്ള ശാസ്ത്രവിദ്യ ഇന്നുണ്ട്. ആ ഒരു ബോധവൽക്കരണമാണ് ഈ മാരത്തോണിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.